വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. സെക്രട്ടറിയെ സ്ഥലം മാറ്റാനുള്ള പ്രമേയം പാസാക്കി മൂവാറ്റുപുഴ നഗരസഭ. ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൗൺസിലിനുണ്ടെങ്കിലും സെക്രട്ടറിയുടെ നിലവിലെ സമീപനവും നടപടികളും അംഗീകരിക്കാനാവില്ലെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറി സിമി എച്ചിനെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം പാസാക്കി നഗരസഭാ കൌൺസിൽ. സെക്രട്ടറിയുടെ പ്രവർത്തന ശൈലിക്കെതിരെയും പൊതുജനങ്ങളോടുള്ള സമീപനത്തിനെതിരെയും ശക്തമായ വിമർശനങ്ങളാണ് കൌൺസിൽ യോഗത്തിൽ ഉയർന്നത്. സാധാരണക്കാരായ ജനങ്ങളോട് അപമര്യാദയായി പെരുമാറുകയും നിയമപരമായ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നാണ് കൌൺസിലിന്റെ ആരോപണം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ഷുക്കൂർ ചെയർപേഴ്സണിന് സമർപ്പിച്ച പ്രമേയത്തെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിനു മടേക്കൽ പിന്തുണച്ചു. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ 19 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി. സെക്രട്ടറിക്കെതിരെ പൊതുജനങ്ങളിൽ നിന്നും നിരന്തരം പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും കൌൺസിൽ ചൂണ്ടിക്കാട്ടി. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നഗരസഭ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൌൺസിലിനുണ്ടെങ്കിലും സെക്രട്ടറിയുടെ നിലവിലെ സമീപനവും നടപടികളും അംഗീകരിക്കാനാവില്ലെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. പൊതുജനങ്ങൾ നൽകിയിരിക്കുന്ന പരാതികളാണ് ഇത് മുഴുവൻ. അവരുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഒരു 85 വയസ്സുള്ള ഒരു മുതിർന്ന പൗരനെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു, ഫയലുകൾ വെച്ച് താമസിപ്പിച്ചു, പിന്നീട് അതിന്റെ മറുപടിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയുന്ന സാഹചര്യം. അപ്പൊ ഇത്തരത്തിലുള്ള പല പരാതികളും ഈ പറയുന്ന സെക്രട്ടറിക്ക് മേലുണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലിന്റെ അറിവോ അനുമതിയോ കൂടാതെ കണ്ട് ചട്ടം ലംഘിച്ചുകൊണ്ട് പല കത്തിടപാടുകളും നടത്തിയിട്ടുണ്ട്. ഇവിടെ നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷം തന്നെ ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിയോഗിച്ചിട്ടുള്ള കരാർ ജീവനക്കാരുണ്ടായിരുന്നു. ഈ കരാർ ജീവനക്കാരെ കഴിഞ്ഞ ദിവസം ഇറക്കിയ ജിയോയുടെ വെളിച്ചത്തിൽ അവരെ പറഞ്ഞു വിടണം എന്നുള്ളൊരു നിലപാടാണ് സെക്രട്ടറി തീരുമാനിച്ചത്. ആ ഒരു നിലപാടിലാണ് അവർ മുമ്പോട്ട് പോയത്. എന്നാൽ കൗൺസിൽ നിയോഗിച്ചിട്ടുള്ള ഒരു കരാർ ജീവനക്കാരനെ പറഞ്ഞു വിടണമെങ്കിൽ അത് കൗൺസിലിൽ വെക്കേണ്ടതുണ്ട്, കൗൺസിലിന്റെ അനുമതി തേടേണ്ടതുണ്ട്, അത് ചെയർപേഴ്സണെ അറിയിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള യാതൊരു അറിയിപ്പുകളോ കൗൺസിലിന്റെ അനുമതി നേടുകയോ ഒന്നും ഇവരുടെ കരാറുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ഇവർ ചെയ്തത് മറ്റു ഓഫീസുകളിലേക്ക് അതൊരു വേക്കൻസി ആയി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഈ പറയുന്ന കരാർ ജീവനക്കാരെ വളരെ സാമ്പത്തിക പരാധീനമുള്ള, ഇവരുടെ രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടല്ല, വളരെ സാമ്പത്തിക പരാധീനതമുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഒരു കുട്ടിയുടെ സഹോദരൻ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരനാണ്. മറ്റൊരു സ്ത്രീ എന്ന് പറയുന്നത് ഏകദേശം 3 കിലോമീറ്ററോളം നടന്ന് ഇവിടെ ജോലിക്ക് വേണ്ടി വരുന്ന വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് ഇവിടെ തുടരുന്ന ആളുകളാണ്. ഇവരെ കൗൺസിലിന്റെ അനുമതി കൂടാതെ നേരിട്ട് കത്ത് അവർക്ക് അയക്കുകയാണ്, ഇവരിവിടുന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട്. അവരെ മുറിയിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല, ഞാനാണ് ഇവിടെ ജോലി തരേണ്ടത്, ഞാനാണ് നിശ്ചയിക്കേണ്ടത്, നിങ്ങൾ പിരിഞ്ഞു പോകണോ വേണ്ടയോ എന്നുള്ളത് ഞാനാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവരെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അവരോട് പിന്തിരിയാൻ പറയുകയും അവർ കൊടുത്തിട്ടുള്ള അപേക്ഷകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ഈ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ഈ ഭരണസമിതിക്ക് നീങ്ങേണ്ടി വന്നത്. കൗൺസിലിന്റെ അനുമതിയില്ലാതെ ചില നിർണായക ഭരണ നടപടികൾ സെക്രട്ടറി സ്വീകരിച്ചതായും അംഗങ്ങൾ വിമർശിച്ചു. നിലവിലുള്ള കരാർ ജീവനക്കാരുടെ കരാർ കൗൺസിലിന്റെ അനുമതിയില്ലാതെ അവസാനിപ്പിക്കാൻ കത്ത് നൽകി വ്യക്തിവൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണവുമുണ്ട്. ഇതുമൂലം നഗരസഭയിലെ ഭരണ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചുവെന്നും അംഗങ്ങൾ ആരോപിച്ചു. വിവിധ കൗൺസിൽ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്ത സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.